ഹായ് ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കട്ട്ലൈറ്റ്. വൈകിട്ടൊക്കെ ചായയോടൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റും. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് തന്നെയാണ് എഗ് കട്ട്ലൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. 2 മുട്ട എന്ന് പറയുമ്പം ഒരു മുട്ടയെ നമ്മൾ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ 2ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പീസിനെ വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്ത് വളരെ ചെറുതായിട്ട് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അകത്ത് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പുഴുങ്ങി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3 ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ പുഴുങ്ങി ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും ഒന്ന് തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്താണ്. ഞാനതൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നൊരു ഇളം ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്നങ്ങ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കും. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ. നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പം രണ്ടും കൂടി ഞാനൊരു 1/4 ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ. അതുകൂടി ഇട്ടിട്ട് നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും മാത്രമേ ഞാനിതിലേക്ക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം എരിവ് ഉള്ളതുകൊണ്ടാണ് പച്ചമുളകിനൊക്കെ ചേർത്ത് കൊടുക്കാത്തത്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. പൊട്ടിച്ചൊഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. മുട്ട ഉള്ളിയിലേക്കൊക്കെ മൊത്തത്തിലൊന്ന് മിക്സായി നമ്മൾ മുട്ട തോരനൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാവുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മുട്ടയൊക്കെ വെന്ത് സവാളയുടെ കൂടെ തന്നെ ചേർന്നിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതെല്ലാം മിക്സായ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ്. അതുകൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്തിട്ട് മൊത്തത്തിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പം പൊട്ടറ്റോ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ എഗ്ഗ് കട്ട്ലേറ്റിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടി. കാരണം ഇതിന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡും കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മുക്കി ഫ്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരു അത്യാവശ്യം വലിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മുട്ടയുടെ പീസ് ഇതിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ റോൾ ചെയ്ത് കൊടുക്കണം. ഈ മുട്ട ഒരിക്കലും പുറത്ത് കാണാത്ത രീതിയിൽ കുറച്ച് മാവൂടെ കുറവുണ്ടെങ്കിൽ മാവൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ മുക്കിയ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക.
അതിനുശേഷം ആദ്യം തന്നെ നമ്മളിത് ഒരെണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്കിത് മുട്ടയുടെ മിക്സിലൊന്നങ്ങ് മുക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളതെടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ച് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇത് മൊത്തം ഇത് ഇങ്ങനെ തന്നെ ഒന്നങ്ങ് റെഡിയാക്കി വെച്ചതിന് ശേഷം മൊത്തം വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിത് മിക്സ് ചെയ്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡിനകത്തെല്ലാം റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയൊക്കെ കവർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കരിഞ്ഞ് ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആകുമ്പോൾ തന്നെ ഇത് മാറ്റി കൊടുക്കുക. ബാക്കി ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും ബൈ.